വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് കൂടി പഠിക്കാം. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. മെയിൻലി ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അപ്പം ഇന്ന് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പം പിക്ചറിലേക്ക് നോക്കൂ. ഓർഗാനിക് കോമ്പൗണ്ട്സ് മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അസൈക്ലിക് ഓർ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ സൈക്ലിക് ഓർ ക്ലോസ്ഡ് ചെയിൻ ഓർ റിംഗ് കോമ്പൗണ്ട്സ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകൾ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൽക്കെയിൻ, ആൽക്കിൻ, അതെല്ലാം. അതായത് കാർബൺ കാർബൺ സ്ട്രേറ്റ് ചെയിൻ നമ്മളിങ്ങനെ എഴുതി പോകുന്നു. ഇതാണ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്. ഓക്കെ, അതിൻ്റെ തന്നെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലോസ്ഡ് ചെയിൻ. അപ്പൊ ജനറലി ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളും ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളുടെ വേറെ പേരാണ് അസൈക്ലിക് കോമ്പൗണ്ട്സ്. ഓക്കെ, ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകൾക്കാണ് റിംഗ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളുടെ വേറൊരു പേരാണ് ആലിഫാറ്റിക് കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പൊ ഇതിലെങ്ങനെയാണ് വരുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ച് ചെയിൻ കോമ്പൗണ്ട്സ് ആണ് വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈതെയിൻ പറയാം. ഈതെയിൻ എങ്ങനെ എഴുതാം? CH3 ഇത് ഈതെയിൻ. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എഴുതിപ്പോയി. ഇത് ഈതെയിൻ. സോ ഇറ്റ് ഈസ് എൻ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്. സിമിലർലി വി ഹാവ് എസറ്റിക് ആസിഡ്. എസറ്റിക് ആസിഡിന്റെ ഫോർമുല എന്താണ്? CH3COOH. ഇത് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ആണ്. ഇറ്റ് ഈസ് ഓൾസോ സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട്. Then we have acetaldehyde. Acetaldehyde എന്ന് പറഞ്ഞ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. CH3CHO. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളാണ്. They are also called acyclic or aliphatic compounds. സെക്കൻഡ് കാറ്റഗറി നമ്മൾ പറഞ്ഞത് ക്ലോസ്ഡ് ചെയിൻ. ക്ലോസ്ഡ് ചെയിൻ്റെ വേറെ പേരാണ് സൈക്ലിക് കോമ്പൗണ്ട്. അപ്പൊ ഇതില് സൈക്ലിക് ഓർ ക്ലോസ്ഡ് ചെയിൻ അല്ലെങ്കിൽ വേറെ പേരാണ് റിംഗ് കോമ്പൗണ്ട്സ്. അപ്പൊ ഇതിൽ ചെയ്യുന്നത് കാർബൺ ആറ്റംസ് ജോയിൻഡ് ഇൻ ദ ഫോം ഓഫ് റിംഗ്. ഒരു റിംഗ് പോലെ കാർബൺ ആറ്റംസ് ജോയിൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് സൈക്ലോപ്രൊപ്പൈൻ എഴുതാം. പ്രൊപ്പൈനിൽ 3 കാർബൺ അല്ലേ? ഇതൊരു കാർബൺ, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ 3 കാർബൺ ഇങ്ങനെ റിംഗ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു. CH2 ഈ കോമ്പൗണ്ട് കഴിഞ്ഞൊരു ഓർഗാനിക് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാണ്. സൈക്ലോ ആൽക്കെയിൻസ് എന്നുള്ള കാറ്റഗറിയിൽ സൈക്ലോപ്രൊപ്പൈൻ. Then we have cyclohexane. ഇത് ഹെക്സഗണൽ റിംഗ് ആണ്. ദിസ് ഇസ് സൈക്ലോഹെക്സെയിൻ. ഓക്കെ, ഇനി സൈക്ലോഹെക്സീൻ, അതില് 6 കാർബൺ ഉണ്ട്. ഹെക്സീൻ എന്നാണ് പറഞ്ഞിരുന്നത്. സോ ഇറ്റ് വിൽ ബി ഹാവിംഗ് എ ഡബിൾ ബോണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, സൈക്ലോഹെക്സൈൻ ANEയിലാണ് എൻഡ് ചെയ്തത്. സോ ഇറ്റ് ഈസ് ആൽക്കെയിൻ, അതായത് ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. സൈക്ലോഹെക്സീൻ വരുമ്പോൾ അൺസാച്ചുറേറ്റഡ് ആയി ഡബിൾ ബോണ്ട് വന്നത് കാരണം. ഓക്കെ, ഇനി sometimes atoms other than carbon are also present in the ring. Heterocyclic compound. അപ്പോൾ ഈ റിംഗ് ചെയിൻ കോമ്പൗണ്ടുകൾ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നത് ഹോമോസൈക്ലിക് അല്ലെങ്കിൽ കാർബോസൈക്ലിക് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. ഈ ഹോമോസൈക്ലിക് അല്ലെങ്കിൽ കാർബോസൈക്ലിക്കില് നമുക്ക് കാർബൺ ആണ് മെയിൻലി വരുന്നത്. സെയിം ടൈപ്പ് ഓഫ് റിംഗ് മാത്രമേ വരുന്നുള്ളൂ. കാർബൺ മാത്രം വെച്ചുള്ള റിംഗ് ആണ്. അത് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ആലിസൈക്ലിക് കോമ്പൗണ്ട്, ദെൻ ആരോമാറ്റിക് കോമ്പൗണ്ട്. ഓക്കെ, ദെൻ ഈ ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു ബെൻസിനോയിഡ് കോമ്പൗണ്ടുകൾ. ബെൻസിനോയിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻസീനിന്റെ സ്ട്രക്ചർ വരുന്നത്, ബെൻസീനും അതിന്റെ ഡെറിവേറ്റീവ്സും വരുന്നതാണ് ബെൻസിനോയിഡ് കോമ്പൗണ്ടുകൾ. ഇനി അതിന്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ്. ബെൻസീൻ അല്ലാതെ വരുന്ന സ്ട്രക്ചറുകൾ. ബെൻസീൻ വരുമ്പോൾ നമുക്ക് ഓൾറെഡി 6 കാർബൺ ആറ്റംസ് ഉണ്ട്. ബെൻസീൻ അല്ലാതെ വരുന്നതാണ് നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ്. ഇത്രയുമാണ് നമ്മുടെ ജനറൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇതിൽ ഈ സൈക്ലിക് കോമ്പൗണ്ടുകൾ കാർബൺ അല്ലാതെ വേറെ ഏതെങ്കിലും ആറ്റംസ് പ്രസന്റ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഓക്സിജൻ വരാം, അല്ലെങ്കിൽ ഫ്ലൂറിൻ, ഹാലജൻ ആറ്റംസ് ഏതെങ്കിലും വരാം, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അല്ലെങ്കിൽ നൈട്രജൻ വരാം. ഓക്കെ, അപ്പൊ അങ്ങനെ കാർബൺ അല്ലാതെ വേറെ ഏതെങ്കിലും ആറ്റംസ് പ്രസന്റ് ആണെങ്കിൽ നമ്മൾ ആ കോമ്പൗണ്ടുകൾക്ക് പറയുന്ന പേരാണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ടെട്രാഹൈഡ്രോഫ്യൂറാൻ. അത് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്, ഇവിടുത്തെ ഒരു പെന്റഗണൽ റിംഗ് ആണ്, അവിടെ ഒരു ഓക്സിജൻ ആണ്. അപ്പൊ ഇവിടെ കാർബണിന്റെ പകരം ഈ എൻഡിൽ ഓക്സിജനാണ് വന്നിരിക്കുന്നത്.
So this is tetrahydrofuran. അതേസമയം മേളിൽ വരച്ചിരിക്കുന്ന സൈക്ലോപ്രോപ്പീൻ, സൈക്ലോഹെക്സീൻ അതെല്ലാത്തിനും മേലിൽ നമുക്ക് കാർബൺ മാത്രമാണ് വരുന്നത്, വേറെ ആറ്റംസ് വരുന്നില്ല അതർ ദാൻ ഹൈഡ്രജൻ. ഓക്കെ, അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ബെൻസിനോയിഡ് ആൻഡ് നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ്. ബെൻസിനോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? ബെൻസീനും ബെൻസീന്റെ റിലേറ്റഡ് റിംഗ് കോമ്പൗണ്ടുകളുണ്ട്, അതിനെയാണ് ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ബെൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ബെൻസീനിൽ 6 ഹൈഡ്രജനും 6 കാർബണും ഉണ്ട് അല്ലെ. അപ്പൊ ബെൻസീന്റെ ബേസിക് സ്ട്രക്ചറും അതുപോലെ തന്നെ ബെൻസീനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് പോയിരിക്കുന്ന കോമ്പൗണ്ടുകളൊക്കെയാണ് ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ താഴെ 2 പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ബെൻസിനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഇവിടെയൊക്കെ നോക്കൂ, ബെൻസീൻ വരയ്ക്കുമ്പോൾ 6 കാർബൺ ഉണ്ട്. ബെൻസിന്റെ ഫോർമുല C6H6 എന്നാണ്. ഓക്കെ, കണ്ടോ, ബെൻസീനാണ് ഈ വരച്ചിരിക്കുന്നത്, C6H6. ഓൾട്ടർനേറ്റ് പൊസിഷനിൽ അതിന് ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഇറ്റ് ഇസ് ബെൻസീൻ. ഈ ബെൻസീന്റെ ഒരു ഹൈഡ്രജൻ ഇവിടെ മാറ്റിയിട്ട് അവിടെ നമ്മൾ നൈട്രജൻ NH2 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ കോമ്പൗണ്ട് പറയുന്ന പേര് അനലീൻ. ഓക്കെ, രണ്ട് ബെൻസീൻ റിംഗ് ഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കണം, അതാണ് നാഫ്തലീൻ. ഇതെല്ലാം ബെൻസീനിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് കോൾഡ് ബെൻസീനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. ദെൻ നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്, അതായത് ബെൻസീനിൽ 6 കാർബൺ ആണ്. അപ്പൊ 6 കാർബണിൽ കൂടുതൽ വരുന്നതോ അതിൽ കുറഞ്ഞു വരുന്നതാണ് നോൺ ബെൻസീനോയിഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കേ, 1 കാർബൺ, 2, 3, 4, 5, 6, 7 കാർബൺ ഉണ്ട് ഇവിടെ. സോ ഇറ്റ്സ് എ നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്. അതുപോലെ 3 ഡബിൾ ബോണ്ടും ഉണ്ട്. ദെൻ 1 കാർബണിൽ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഉണ്ട്. ഇതിന്റെ പേരാണ് ട്രോപ്പോൺ. സോ ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ടുകളുണ്ട്. അതിന് നമുക്ക് എക്സാമ്പിൾ ആണ് ഫ്യൂറാൻ, തയോഫിൻ, പിരിഡീൻ എക്സെട്ര. അരോമാറ്റിക് കോമ്പൗണ്ട്സിന് നമുക്ക് റിംഗ് ഉണ്ട്. ഓക്കെ, ഫ്യൂറാന്റെ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത് നോക്കൂ. Aromatic compounds also have heteroatom in the ring. അതിനെയാണ് നമ്മൾ heterocyclic aromatic compounds എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് ഫ്യൂറാൻ. ഫ്യൂറാനിൽ 1, 2, 3, 4 കാർബൺ ഉണ്ട്. ദെൻ ഒരു ഓക്സിജൻ വന്നിരിക്കുന്നത്, പിന്നെ 2 ഡബിൾ ബോണ്ട് ഉണ്ട്. ഇതിനെയാണ് ഫ്യൂറാൻ എന്ന് പറയുന്നത്. ദെൻ തയോഫിൻ. തയോഫിനിൽ സെയിം സ്ട്രക്ചർ ആണ് ഫ്യൂറാന്റെ പോലെ, ഓക്സിജന് പകരം സൾഫറാന്നേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് തയോഫിൻ. ഓക്കെ, ദെൻ വേറൊരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് പിരിഡീൻ. പിരിഡീനുള്ള ഒരു സോൾവെന്റ് ആണ്. എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5 കാർബൺ ഉണ്ട്. 6th കാർബണിന് പകരം നൈട്രജൻ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് ഇസ് പിരിഡീൻ. പിന്നെ ഓൾട്ടർനേറ്റ് പൊസിഷനിൽ നമുക്ക് 3 ഡബിൾ ബോണ്ടും ഉണ്ട്. ഇതെല്ലാം ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ടുകളാണ്. ഓക്കെ, ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ ബെൻസിനോയിഡ് സ്ട്രക്ചർ ഉണ്ട്, നോൺ ബെൻസിനോയിഡ് ഉണ്ട്. അത് കൂടാതെ ഹെട്രോ ആറ്റം വരുന്നുണ്ട് റിംഗിൽ. ആ ഹെട്രോ ആറ്റം വരുന്നത് നൈട്രജൻ ആകാം, ഓക്സിജൻ ആകാം, സൾഫർ ആകാം. അങ്ങനെയാണ് ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാന്ന് നോക്കാം. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്? നിങ്ങൾ ഗ്രേഡ് 10 കുറച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫങ്ഷൻ ഗ്രൂപ്പുകൾ, ഹൈഡ്രോകാർബൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആസിഡ്സ്, CBSE-കാരാണെന്നുണ്ടെങ്കിൽ ആസിഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ആസിഡ്സ്, ആൽഡിഹൈഡ് ഒക്കെ. പക്ഷേ ലാസ്റ്റ് ഇയറിൽ കുറെ സിലബസ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കാരണം ആൽഡിഹൈഡ് ഒന്നും പഠിച്ചിട്ടുണ്ടാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കെമിക്കൽ പ്രോപ്പർട്ടിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഗ്രൂപ്പുകൾക്കാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കൂ. ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇസ് ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് joined to the carbon chain which is responsible for the characteristic chemical properties of the organic compound. ഓക്കെ, കെമിക്കൽ, അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിക്ക് അതിന് കാരണമായിട്ടുള്ള ആറ്റത്തിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിന് പറയുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടംപോലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ വർഷം നിങ്ങൾ അധികം പഠിക്കുന്നില്ല. ഈ വർഷം നിങ്ങൾ ആൽക്കൈൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് +2 ഓൾമോസ്റ്റ് ഓൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഹാലോ ആൽക്കൈൻസ് പഠിക്കുന്നു, ആൽക്കഹോൾസ്, അമൈൻസ്, അതുപോലെ തന്നെ ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്, പിന്നെ അതുപോലെ ആസിഡ്സിന്റെ ഡെറിവേറ്റീവ്സ് പഠിക്കുന്നുണ്ട്. ഇപ്പം ഇതെല്ലാം ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. ആൽക്കൈൻസ് എടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് കാണും. ആസിഡ്സ് എടുക്കുമ്പോൾ ആസിഡ്സിന് അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ആൽക്കഹോൾസ് ഒക്കെ ഭയങ്കര വേപ്പറൈസിങ് എബിലിറ്റി ഉള്ളതാണ്.
അതേസമയം ആസിഡ് അത്ര വേപ്പറൈസ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ ഓരോ കെമിക്കൽ കോമ്പൗണ്ടുകൾക്കും ഓർഗാനിക് കോമ്പൗണ്ടുകൾക്കും അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി കാണും. ആ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ്. അപ്പൊ ഒരു കോമ്പൗണ്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിൽ ഏത് ആറ്റമാണോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഓഫ് ആറ്റമാണോ പ്രസന്റ് ആയിട്ടുള്ളത് അതിനെയാണ് അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും ആ കോമ്പൗണ്ടിന്റെ എല്ലാ കെമിക്കൽ പ്രോപ്പർട്ടിക്കും കാരണമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ലിസ്റ്റ് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു പിക്ചറാണ് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പ്സും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ പിക്ചർ എടുത്തത്. ഫസ്റ്റ് നമുക്ക് അതിന്റെ ഹെഡിങ് നോക്കിക്കേ, ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ്. ഇതാണ് പേര് കൊടുത്തിരിക്കുന്നത് അവര്. ഏതൊക്കെയാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുള്ള കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ്. ഇനി ആ കോമ്പൗണ്ടുകളിലെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ട്രക്ചറാണ് സെക്കൻഡ് കോളത്തിൽ വരച്ചിരിക്കുന്നത്. ഇനി അതിന്റെ IUPAC പ്രിഫിക്സ്. പ്രിഫിക്സ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോമ്പൗണ്ടിനെ നെയിം ചെയ്ത സമയത്ത് നമ്മൾ കോമ്പൗണ്ടിന്റെ ഫ്രണ്ടില് ബിഗിനിങ്ങിൽ നമ്മളൊരു പേര് വിളിക്കും, അതിനാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ആ പേര് ചേർത്തിട്ടാണ് ആ കോമ്പൗണ്ട് പറയുന്നത്. പക്ഷെ ചില കോമ്പൗണ്ടുകൾക്ക് നമ്മൾ ലാസ്റ്റ് ആണ് നെയിം ചെയ്യുന്നത്. ആ കോമ്പൗണ്ടിന്റെ പേര് ലാസ്റ്റിലായിരിക്കും അതിന്റെ ആ സ്പെഷ്യൽ നെയിം ചേർക്കുന്നത്, അതിനെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് ഓർഗാനിക് കോമ്പൗണ്ടിനും അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുകിൽ അതിന്റെ മുൻപിൽ പറയും അല്ലെങ്കിൽ അതിന്റെ ആ കോമ്പൗണ്ടിന്റെ പേര് കഴിഞ്ഞിട്ട് പറയും. ഓക്കെ, അതിന്റെ പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് എന്ന് പറയും. ഫ്രണ്ടിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയും. ആ കോമ്പൗണ്ടിന്റെ പേര് കഴിഞ്ഞിട്ടാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് പറയുന്നതെങ്കിൽ അതിനെ സഫിക്സ് എന്ന് പറയും. അപ്പൊ അതാണ് പ്രിഫിക്സും സഫിക്സും. പ്രിഫിക്സ് എന്ന് പറയുന്നത് ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് ഫ്രണ്ടിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് പറയുന്നതിന് ആ മുൻപേ തന്നെ ആദ്യം അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് പറയുന്നു, അതാണ് പ്രിഫിക്സ്. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് ലാസ്റ്റിലാണ് നെയിം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സഫിക്സ്. പിന്നെ അതിന്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അവര് ഹൈഡ്രോകാർബൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രോകാർബൺസിൽ തന്നെ ആൽക്കീൻ, ആൽക്കീൻ, ആൽക്കൈൻസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്നൊരു ആൽക്കീൻ ജസ്റ്റ് അറിയാമായത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് ഓടിച്ച് പറയുന്നു. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ആൽക്കൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ്. ഓക്കെ, കാർബൺ കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കും. ദെൻ ഇവർക്കൊരു ജനറൽ ഫോർമുല ഉണ്ട്, ആ ഫോർമുല പഠിക്കണം. CnH2n+2 എന്നാണ് ആൽക്കെയിൻസിന്റെ പ്രത്യേകത. ഇവർ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്. ദെൻ ആൽക്കെയിൻസ് വരുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? ENയിലാണ് ഇവർ എൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ഹാവ് ഡബിൾ ബോണ്ട്, C. കണ്ടോ, രണ്ട് കാർബൺ ബോണ്ടുകൾ തമ്മിൽ ഡബിൾ ബോണ്ട് വെച്ച് ലിങ്ക് ചെയ്യും. ഇവരുടെ ഫോർമുല എന്താണ്? CnH2n. ദെൻ ഈ ഹൈഡ്രോകാർബണിന്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ആൽക്കൈൻ. ആൽക്കൈൻ വരുമ്പോൾ പ്രത്യേകത എന്താണ്? അവർക്കൊരു ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. കണ്ടോ, മൂന്ന് വരെ വരച്ചു ഞാനിവിടെ. ഇത് ഓരോന്നും ഓരോ ബോണ്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. C++C. ഓക്കെ, ഇതാണ് ആൽക്കൈൻ എന്ന് പറയുന്നത്, ആൽക്കൈൻസ്. ഓക്കെ, ഇവരുടെ ഫോർമുല CnH2n-2. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരെ മെമ്പേഴ്സിനെ കിട്ടാനായിട്ട് നിങ്ങൾ n=1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് മെമ്പറിനെ കിട്ടും. അപ്പൊ n=1 ഇട്ട് കൊടുക്കാം. അപ്പൊ ഫോർമുലയിൽ ഇത് വരും C1H2 × 1+2. സോ ഇറ്റ് വിൽ ബി CH4. ഇതിന് പറയുന്ന പേരാണ് മീഥെയിൻ. ഓക്കെ, ഇനി n=2 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് മെമ്പർ കിട്ടും C2H2 × 2+2. സോ 4+2 ദാറ്റ് ഇസ് 6. ഈ കോമ്പൗണ്ടിന്റെ പേര് എന്താണ്? ഈഥെയിൻ. ഓക്കെ, ഇപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എത്ര മെമ്പറിനെ വേണമെങ്കിലും ഡിറൈവ് ചെയ്യാം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന നാലാമത്തെ മെമ്പറിനെയാണ് ബ്യൂട്ടെയിൻ. ഓക്കെ, ഇൻ കേസ് ഇനി ആൽക്കീൻ എടുക്കൂ. ആൽക്കീനില് ജനറൽ ഫോർമുല CnH2n ആണ്. ഇവിടെ n=1 എന്നുള്ളൊരു മെമ്പർ ഇല്ല. കാരണം എന്താ? ഇവിടെ നമുക്ക് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വേണം. അപ്പൊ ഡബിൾ ബോണ്ട് വേണമെന്നുണ്ടെങ്കിൽ n=1 എന്ന് പറയുമ്പോൾ ഒരു കാർബണേ വരുന്നുള്ളൂ. അപ്പൊ ഡബിൾ ബോണ്ട് ഇടാൻ പറ്റത്തില്ല. സോ n=1 ഇല്ല. നമുക്കിവിടെ ഫസ്റ്റ് മെമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് n=2ലാണ്. ഓക്കെ, അപ്പൊ C ഫോർമുല അപ്ലൈ ചെയ്യൂ. C2H2 × 2. സോ ഇറ്റ് വിൽ ബി C2H4. C2H4 എങ്ങനെ എഴുതും? സ്ട്രക്ചർ C++C. ഓക്കെ, ബാക്കി 4 ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. എവിടെ വേണമെങ്കിലും ഇടാം കേട്ടോ, ഞാൻ സ്പേസ് ഇല്ലാത്തതാണ് താഴെ എഴുതുന്നതേ ഉള്ളൂ. C2H4. ഈ സംഗതി ഇങ്ങനെ എഴുതാം, CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആൽക്കൈൻ. ഇതിന്റെ പേരെന്താ? n=2 ആയത് കാരണം ഈത്ത് ഇട്ടിട്ട് EN ചേർക്കാം, ഈഥീൻ അല്ലെങ്കിൽ എത്തിലീൻ എന്ന് പറയും. ഓക്കെ, ദെൻ ആൽക്കൈൻസ് YN എടുക്കുകയാണെന്നുണ്ടെങ്കിലോ
ഇതുപോലെ n=1 ഇവർക്കും ഇല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് n=2 ൽ നിന്നാണ്. C2 H2 into 2 minus 2 4 minus 2 എത്രയാ 2. സോ C2H2. അപ്പൊ കാർബൺ ട്രിപ്പിൾ ബോണ്ട് വരയ്ക്കുക, ഓരോ ഹൈഡ്രജനും ഓരോ കാർബണിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ സെക്കൻഡ് മെമ്പർ എഴുതാനായിട്ട് ഈത്ത് ഇട്ടിട്ട് YN ചേർക്കണം. ഈത്തൈൻ അല്ലെങ്കിൽ കോമൺ നെയിം എസെറ്റിലിൻ. നമ്മൾ വെൽഡിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണിത്, ഈത്തൈൻ ഓർ എസെറ്റിലിൻ. ഓക്കെ, അപ്പൊ ഇതാണ് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈഡ്സ്. ഞാൻ ഓരോ മെമ്പർ മാത്രമേ ഡിറൈവ് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് അടുത്ത മെമ്പേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ആൽക്കീൻസിന്റെ രണ്ടാമത്തെ മെമ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും n=3 ഇടുക. അപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് മെമ്പറിനെ കിട്ടും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഹൈഡ്രോ കാർബണിനുള്ള ലെസൺ വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഇത് അന്നേരം പറഞ്ഞു പോവാം. ഇനി ഇതിന്റെ IUPAC നെയിം ഒന്ന് നോക്കിക്കേ. ആൽക്കൈൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? സഫിക്സ് ആണ്, അതായത് അവസാനമാണ് പറഞ്ഞത് ANE. ആൽക്കീൻ ആണെങ്കിൽ എന്ത് ചേർക്കും? ENE. YNE. ആൽക്കൈൻ ആണെങ്കിൽ YNE. ഓക്കെ, ഇവിടെ നോക്കിക്കേ, മീഥെയ്ൻ ആയതുകൊണ്ട് ഞാൻ നേരത്തെ ANE ചേർത്ത് പറഞ്ഞായിരുന്നു. കണ്ടോ, മീഥെയ്ൻ ANE അവസാനിച്ചു. ഇത് സഫിക്സ് ആണ്, കണ്ടോ, എന്തിലാണ് പേര് പറഞ്ഞത്. ഈതെയിൻ ANE, ഇതിനെന്ത് പറയാ? സഫിക്സ് ആണിത്. അപ്പൊ ഇതിന്റെ അവസാനത്താണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇൻഡിക്കേഷൻ വരുന്നത്, സഫിക്സ് പറഞ്ഞത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈഥീനിൽ കണ്ടോ ENE, ഈത്തീൻ, ഓക്കെ, ഈത്തൈൻ, YNE, ഇതെല്ലാം സഫിക്സുകളാണ്. അപ്പൊ ഹൈഡ്രോ കാർബൺസിൽ അവരുടെ ആ ANE അല്ലെങ്കിൽ ENE, YNE എന്ന് പറയുന്ന അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എൻഡിലാണ് കൊടുത്തിരിക്കുന്നത്, സഫിക്സ് ആയിട്ടാണ് പറയുന്നത്. അവസാനമാണ്, പേര് കഴിഞ്ഞിട്ട് അതിന്റെ അവസാനമാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോമ്പൗണ്ട് ആരീൻസ്, അരോമാറ്റിക് കോമ്പൗണ്ടുകൾ. അവർക്ക് പ്രത്യേകിച്ച് സ്ട്രക്ചർ ഒന്നും നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല, കാരണം പലതും പല ടൈപ്പ് കോമ്പൗണ്ടുകളാണ്. നമ്മൾ പഠിക്കുമ്പോൾ നേരം നമ്മളത് മനസ്സിലാക്കി പഠിച്ചു. അവിടെ ബെൻസിനെ കുറിച്ച് മാത്രമേ തൽക്കാലം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബെൻസിന്റെ ഫോർമുല എന്താ? C6H6. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹാലൈഡ്സ് എന്ന് പറയുന്നത്. ഹാലൈഡ്സ്. അപ്പൊ ഹാലൈഡുകള് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, നെക്സ്റ്റ് ഇയറിൽ വീണ്ടും വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ. ഹാലൈഡ്സ്, ഹാലൈഡ്സ്. അപ്പൊ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് X ആണ്. അത് പ്രിഫിക്സ് ആയിട്ടാണ് പറയുന്നത്. ഹാലോ, എന്താണ് പ്രിഫിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ രണ്ടാമത് എഴുതുകയാണ്, ഹാലൈഡ്സ്. ഓക്കെ, ഹാലൈഡ്സ്. ആക്ച്വലി ഇത് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് എഴുതുകയാണെങ്കിൽ RX എന്നാണ് കൊടുക്കുന്നത്. R ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കണം. X ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹാലജൻസിനെയാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹൈഡ്രജൻ ലെസ് ദാൻ ദി ആൽക്കെയിൻ. ആൽക്കെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറച്ച് പറയുന്നതിനാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മീഥെയിന്റെ ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ മീത്തൈൽ, ഈഥെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ഈത്തൈൽ, പ്രൊപ്പൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ പ്രൊപ്പൈൽ ഗ്രൂപ്പ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ എഴുതി കാണിക്കാം ഇവിടെ. ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പുകൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, 1 ഹൈഡ്രജൻ ലെസ് ദാൻ ആൽക്കെയിൻ, അത്രയേ ഉള്ളൂ. ആൽക്കെയിൻസ് നമ്മൾ പറഞ്ഞു, മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ. അപ്പൊ ഞാൻ ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാനൊരു മീഥെയിൻ എഴുതുന്നു. മീഥെയിൻ എന്താ? CH4. ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കളഞ്ഞേ, ഒരു ഹൈഡ്രജൻ -1 ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? CH3. ഇങ്ങനെ കിട്ടുന്ന ഗ്രൂപ്പുകൾക്കാണ് എന്താ പറയാ? ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പേര് മീഥെയിനിൽ നിന്ന് ഡിറൈവ് ചെയ്തത് കൊണ്ട് ഇത് മീഥെയിൻ ആണ്. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തത് കൊണ്ട് നമ്മൾ ഇതിന് വിളിക്കുന്ന പേരാണ് മീത്തൈൽ, മീഥൈൽ ഗ്രൂപ്പ്. ഓക്കെ, സെക്കൻഡ് മെമ്പർ എടുത്ത ആൽക്കൈൻ്റെ ANE C2H6 അല്ലേ, ഇതിന്റെ പേരെന്താ? ഈതെയിൻ. ഈതെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കളയൂ, -1 ഹൈഡ്രജൻ, സോ ഇറ്റ് വിൽ ബിക്കം C2H5. ഓക്കെ, സോ ഇതിന് പറയുന്ന പേരാണ് ഈത്തൈൽ ഗ്രൂപ്പ്. ഈത്തൈൽ. ഇങ്ങനെ പ്രൊപ്പൈൽ ഗ്രൂപ്പ്, പ്രൊപ്പൈനിൽ നിന്ന് കിട്ടുന്ന പ്രൊപ്പൈൽ ഗ്രൂപ്പ്, ബ്യൂട്ടൈനിൽ നിന്ന് ബ്യൂട്ടൈൽ ഗ്രൂപ്പ്, അപ്പൊ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ ഗ്രൂപ്പുകൾക്ക് പറയുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഓക്കെ, സോ വാട്ട് ഈസ് ആൻ ആൽക്കൈൽ ഗ്രൂപ്പ്? Alkyl groups are formed when one hydrogen is lost from alkane. Okay, നമ്മളുടെ അടുത്ത ടോപ്പിക് ഹാലൈഡ്സ് ആണ്. ഹാലൈഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
RX എന്നുള്ളതാണ് അതിന്റെ ആക്ച്വൽ ഫോർമുല. അതിൽ ഹാലജൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ആണ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് എക്സ് ആയിട്ട് നമ്മൾ സഫിക്സ് ആയിട്ടാണ് പറയുന്നത്. കണ്ടോ, എക്സ് അവിടെ എൻഡിൽ കൊടുത്തു. ഇനി നമുക്ക് അതിന്റെ പേരുകൾ നോക്കാം. ഏതൊക്കെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുന്നത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഹാലോ, അപ്പൊ ഇതിൽ ഈ പേര് പറയുമ്പോൾ ഹാലോ എന്നുള്ളത് ആദ്യമേ പറയണം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റത്തെ ബ്രോമോ ബ്യൂട്ടൈൻ ഇങ്ങനെ ഇരിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അതാണ് പ്രശ്നം. ബ്രോമോ ബ്യൂട്ടൈൻ, അപ്പൊ നമുക്ക് അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി നോക്കാം. അപ്പൊ ഹാലൈറ്റ്സ് ആണ് ഞാനിപ്പോ എഴുതിയത്. ഹാലൈറ്റ്സിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് RX എന്ന് കൊടുക്കുക. എക്സ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, നമ്മൾ എഴുതുന്നത് ഹാലജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രിഫിക്സ് ആണ്. ഈ എക്സ് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് പറയണം. അത് ഹാലോ എന്ന് പറയണം, ഹാലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാ? CH3 ഗ്രൂപ്പ് അല്ലേ, മീഥൈൽ ഗ്രൂപ്പ് അല്ലേ? അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹാലജൻ ചേർക്കൂ. ഹാലജൻസ് ഏതൊക്കെയാണ്? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എക്സെട്ര അല്ലേ. അപ്പൊ ഞാൻ F ഇട്ടു. ഇനി ഇതിന്റെ പേര് നമ്മൾ പറയേണ്ടത് ഹാലോ ആൽക്കൈൻ എന്നാണ്. ഈ ഹാലൈഡ്സ്, ആൽക്കൈൽ ഹാലൈഡ്സിന് നമ്മൾ IUPAC നെയിം പറയുന്നത്, IUPAC നെയിം പറയുന്നത് ഹാലോ ആൽക്കൈൻസ്, ഹാലോ ആൽക്കൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കോമ്പൗണ്ട് എങ്ങനെ പേര് ചെയ്യാം, എങ്ങനെ പേര് പറയാം? CH3F. F എന്നുള്ളത് ഫ്ലൂറിൻ അല്ലേ, ഫ്ലൂറിൻ ആണ് ഹാലജനിൽ വരുന്നത് അല്ലെ. അപ്പൊ ഹാലോ, അപ്പൊ F ഫ്ലൂറോ, ഫ്ലൂറോ ആൽക്കൈൻ ഏതാ ഇവിടുത്തെ? മീഥൈൻ ആണ്. സോ ഇറ്റ് ഇസ് ഫ്ലൂറോമീഥൈൻ. ഓക്കെ, ഞാൻ CH3Cl എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയൂ ഇത് പേര്? CH3Cl. ഹാലോ ഗ്രൂപ്പ്, ഹാലജൻ ഗ്രൂപ്പ് ക്ലോറിൻ ആണ്. സോ ഇറ്റ് ഇസ് ക്ലോറോ മീഥൈൻ, ക്ലോറോമീഥൈൻ. ഓക്കെ, ഞാൻ ഈഥൈൽ ഗ്രൂപ്പ് എഴുതി, C2H5Cl എഴുതി, അത് ഈഥൈൽ ഗ്രൂപ്പാണ്. ആറിന് പകരം ഞാൻ C2H5 ഇട്ടു ഇവിടെ. സോ ഇറ്റ് ഇസ് ഈഥൈൽ ഗ്രൂപ്പ്, ഈഥൈന് ഡിറൈവ് ചെയ്തു. ക്ലോറിൻ ആദ്യം പറയാം, ക്ലോറോ ഈഥൈൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഹാലൈറ്റ്സുകൾ നമ്മൾ നെയിം ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് ഇയറിൽ +2 നമ്മൾ വളരെ ഡീറ്റെയിൽഡ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ലെസൺ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ട് തന്നെ ആൽക്കൈൽ ഹാലൈറ്റ്സ് ആണ്, ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ ആരിയൻസ്. അന്നേരം വളരെ ഡീറ്റെയിൽഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പും അതിനെങ്ങനെയാണ് നെയിം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹാലൈറ്റ്സ് നമ്മൾ നെയിം ചെയ്തു. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് ഏതാണ്? ഹാലൈറ്റ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ആൽക്കഹോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൽക്കഹോൾസ്, ആൽക്കഹോൾസിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ഗ്രൂപ്പ്. അതായത് നമ്മുടെ ഈ ആൽക്കൈൽ ഗ്രൂപ്പിനോട് കൂടി OH ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കിട്ടുന്ന കോമ്പൗണ്ടുകൾക്കാണ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. ആൽക്കഹോൾസ്, ആൽക്കഹോൾസിന്റെ പേര് ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന് പറയും നമ്മൾ. അത് കോമ്പൗണ്ടിന്റെ പേരാണ്, ഹൈഡ്രോക്സി. നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ചില നെയിം ചെയ്ത സമയത്ത് ചിലപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പറയാറുണ്ട്. അത് നിങ്ങൾ IUPAC നെയിം പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതന്നെ പഠിക്കാം. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് ചില സമയത്ത് പറയാറുണ്ട്. സാധാരണ പേര് നമ്മൾ ഓൾ ചേർത്താ പറയാറ്. ആൽക്കഹോൾ, എത്തനോൾ, മെത്തനോൾ, ബ്യൂട്ടനോൾ, പ്രൊപ്പനോൾ, അവിടെ നമ്മൾ സഫിക്സ് ആയിട്ട് പറയാം, എൻഡിലാണ് പേര് ചേർക്കുന്നത്. ചില കേസിൽ നമ്മൾ ഇതിന്റെ പേര് ഫ്രണ്ടിൽ പറയാറുണ്ട്, പ്രിഫിക്സ് ആയിട്ട് പറയാറുണ്ട്. അത് ഈ നെയിമിങ് ചെയ്യുമ്പോൾ ഒരു കോമ്പൗണ്ടിൽ തന്നെ ചിലപ്പോൾ നമുക്ക് 1-2 ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരും. അങ്ങനെ വരുന്ന കേസിൽ ചിലപ്പോൾ ആൽക്കഹോളിനേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആൽക്കഹോളിനെ പ്രിഫിക്സ് ആയിട്ട് പറയും. അന്നേരം നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയും. നമ്മൾ നെയിമിങ് ചെയ്യുമ്പോൾ പഠിക്കാം, അന്നേരം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ജനറലി നമ്മൾ ആൽക്കഹോൾസിന്റെ സഫിക്സ് ആയിട്ടാണ് പറയുന്നത് പേരുകൾ, ഓൾ ചേർത്താ പറയാറ്. ഓക്കെ, അപ്പൊ ആൽക്കഹോൾസ് ഞാൻ എഴുതി കാണിക്കാം. ആൽക്കഹോൾസ്, ഏത് കോമ്പൗണ്ട് നമ്മൾ എഴുതുമ്പോൾ ആൽക്കഹോൾസ്. ഓക്കെ, ആൽക്കഹോൾസ് ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ROH. R എന്താണ്? R represents the എന്തോ R ആൽക്കൈൽ ഗ്രൂപ്പ്.
R represents alkyl group and OH ആണ് ഇതിന്റെ functional group. Okay, functional group. ഇനി ഇതെങ്ങനെ IUPAC നെയിം ചെയ്യുന്നത്? IUPAC നെയിം ആൽക്കനോൾ എന്ന് പറയാം. ആൽക്കനോൾ ഇതാണ് ഇതിന്റെ IUPAC നെയിം, ആൽക്കനോൾ. ഓക്കെ, അപ്പൊ നമ്മൾ 6 ആൽക്കൈൽ ഗ്രൂപ്പ്സ് നമ്മൾ മീഥൈൽ ഗ്രൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. CH3OH എങ്ങനെ പേര് പറയും? ഇത് ആൽക്കനോൾ എന്നല്ലേ പറയുന്നത്. അപ്പൊ ആൽക്കൈൻ പാർട്ട് ആദ്യം പറയണം, ഓൾ പാർട്ട് ലാസ്റ്റ് പറയുന്നു, OH ഗ്രൂപ്പ് ലാസ്റ്റ് പറയുന്നു. സോ ഇറ്റ് ഇസ് മീഥൈൻ്റെ ഡെറിവേറ്റീവ് ആണ്. സോ ഇറ്റ് ഇസ് മെത്തനോൾ, മീഥൈൻ, മെത്തൻ, ദെൻ ഓൾ ചേർക്കാം, മെത്തനോൾ. ഓക്കെ, ഇതിന്റെ കോമൺ ഇതാണ് IUPAC നെയിം. കോമൺ നെയിം എന്താണ്? കോമൺ നെയിം വെച്ചാൽ നമ്മൾ സാധാരണ വീട്ടിൽ വിളിക്കുന്ന പേരുകൾ, നമ്മൾക്കൊക്കെ ഓരോ പെറ്റ് നെയിം ഇല്ലേ വീട്ടിൽ വിളിക്കുന്നത്, അതാണ് കോമൺ നെയിം. ഇതിന്റെ കോമൺ നെയിം ആണ് മീഥൈൽ ആൽക്കഹോൾ. ഹൈലി പോയിസണസ് സബ്സ്റ്റൻസ് ആണിത് മീഥൈൽ ആൽക്കഹോൾ. മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? രണ്ടാമത്തേത് ആൽക്കഹോൾസിന്റെ സെക്കൻഡ് ഗ്രൂപ്പാണ് നമ്മളുടെ ഈഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നത്. ഈഥൈൽ ഗ്രൂപ്പ് C2H5OH. പക്ഷെ എങ്ങനെ പേര് പറയും? ആൽക്കൈൻ പാർട്ട് ആദ്യം പറയാം. ഇത് ഈഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ അത് ഈഥൈന്റെ ഡെറിവേറ്റീവ് അല്ലേ? സോ ഈഥൈൻ കൊടുത്തിട്ട് ഓൾ ചേർക്കാം ലാസ്റ്റ്, എത്തനോൾ. കോമൺ നെയിം എന്താ? ഈഥൈൽ ആൽക്കഹോൾ. നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ആൽക്കഹോളാണ് ഈഥൈൽ ആൽക്കഹോൾ. സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞ സംഗതി ഈഥൈൽ ആൽക്കഹോൾ. ഇനി നിങ്ങൾക്ക് തേർഡ് മെമ്പർ കിട്ടാനായിട്ട് തേർഡ് ഗ്രൂപ്പ് ഇട്ട് കൊടുക്കുക, പ്രൊപ്പൈൻ്റെ ഡെറിവേറ്റീവ് C3H7 ഇട്ട് കൊടുത്താൽ മതി. സോ പ്രൊപ്പനോൾ, പ്രൊപ്പൈൽ ആൽക്കഹോൾ. ഇതാണ് നമ്മുടെ ആൽക്കഹോൾ ഗ്രൂപ്പ്. ഇതും സെക്കൻഡ് ഇയറിൽ +2 വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ അതിൽ 1-2 മെമ്പേഴ്സിന് മാത്രം നമുക്കൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഏതാണ് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ആൽഡിഹൈഡ്സ്. ആൽഡിഹൈഡ്സ്. ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് CHO ഗ്രൂപ്പ്. ഇത് പ്രിഫിക്സ് ആയിട്ട് പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് പ്രിഫിക്സ് ആയിട്ട് പറയുന്നത്? ഇതിന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ചില സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് വിചാരിച്ചോളൂ, ചില സമയത്ത് ഇവിടെ ഒരു CHO ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ ഇവിടെ നമുക്കൊരു OH ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ 1-2 ഫങ്ഷണൽ ഗ്രൂപ്പുകളൊക്കെ വരാം. അപ്പോൾ CHO ഗ്രൂപ്പിന് പ്രിഫിക്സ് ആയിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കുറയുന്ന സമയത്ത് നമ്മൾ പ്രിഫിക്സ് ആയിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ ഫോർമൈൽ പറയും, അല്ലെങ്കിൽ ഓക്സോ പറയും. നോർമൽ കേസുകളിൽ ആൽഡിഹൈഡിന് നമ്മൾ ആൽ ചേർത്ത് പറയും. ഓക്കെ, ബ്യൂട്ടനാൽ. ഓക്കെ, ഞാൻ എഴുതി കാണിക്കാം. ഓക്കെ, അപ്പൊ ആൽഡിഹൈഡുകളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ നോക്കാം. ആൽഡിഹൈഡുകൾ എഴുതാനായിട്ട് RCHO ഇതാണ് ആൽഡിഹൈഡുകളുടെ ജനറൽ റെപ്രസെൻറ്റേഷൻ. ഇതിൽ CHO എന്ന് പറയുന്നതാണ് അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, ഇനി R എന്നുള്ളത് ആ ഫ്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെ അതെന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെയുള്ള എന്താ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ആൽക്കഹോളിലും അതുപോലെ ഹാലൈഡ്സിലും ഒക്കെ നമ്മൾ മീഥൈൽ ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്തു, മീഥൈൽ CH3 ഗ്രൂപ്പിൽ. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പിലല്ല സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് Hൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, H ഇട്ടിട്ട് Rന്റെ പ്ലേസിൽ H ഇട്ടിട്ട് ഇവിടെ CHO ഇട്ട് കൊടുക്കും. ഇവിടെ പേര് പറയാനായിട്ട് IUPAC നെയിം പറയാനായിട്ട് നമ്മൾ ചെയ്ത പരിപാടി ആൽക്കനാൽ എന്നാ പറയാം. ആൽക്കനാൽ, ആൽക്കൈൻ എന്നുള്ളതിന്റെ E മാറ്റിയിട്ട് അവിടെ AL ചേർത്ത് കൊടുക്കാം, ആൽക്കനാൽ. ആൽക്കൈൻ്റെ E കട്ട് ചെയ്തിട്ട് ആൽക്കനാൽ, AL ആഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് IUPAC നെയിം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് മെമ്പർ എഴുതി നോക്കാം. ഫസ്റ്റ് മെമ്പർ Rന്റെ പ്ലേസിൽ H ആണ് എഴുതുന്നത്, പിന്നെ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് HCHO. ഈ കോമ്പൗണ്ട് ആൽഡിഹൈഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ ആണ്. ഇവിടെ ഈ ഓവറോൾ ഈ കോമ്പൗണ്ടിൽ ഒരു കാർബണിലേ ഉള്ളൂ, അതായത് ഇതൊരു മീഥൈൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു കാർബൺ ഈ കോമ്പൗണ്ടിലുള്ളൂ. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി ഡെറിവേറ്റീവ് ഓഫ് മീഥൈൻ. സോ മീഥൈൻ്റെ ഡെറിവേറ്റീവ്, മീഥൈൻ്റെ കൂടെ മീഥൈൻ എഴുതിയിട്ട് അതിൻ്റെ E കട്ട് ചെയ്തിട്ട് അതിൽ AL ചേർക്കുക. സോ ഇറ്റ് ഈസ് മെത്തനാൽ. ഇതിൻ്റെ കോമൺ നെയിമാണ് ഫോർമാൽഡിഹൈഡ്.
ഫോർമാൽഡിഹൈഡ് സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം നമ്മൾ ലാബിലൊക്കെ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ്. ഇപ്പോൾ കോക്രോച്ച് അല്ലെങ്കിൽ സ്പെസിമെൻസ് ഒക്കെ ഉണ്ടാവില്ലേ, സ്പെസിമെൻസ് ഒക്കെ നമ്മൾ പ്രിസർവ് ചെയ്യുന്ന ലിക്വിഡാണ് ഫോർമാൽഡിഹൈഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെമ്പർ മെത്തനാൽ. സെക്കൻഡ് മെമ്പർ കിട്ടാനായിട്ട് ഇതിൻ്റെ കൂടെ CH3 ഗ്രൂപ്പ്, സെക്കൻഡ് മെമ്പർ നമുക്ക് ആസ് യൂഷ്വൽ CH3 ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാം. സോ CH3CHO. ഓക്കെ, എത്ര കാർബൺ ഉണ്ട് ഈ കോമ്പൗണ്ടിൽ? 2 കാർബൺ. 2 കാർബൺ ഉള്ള ആൽക്കെയിൻ ഏതാണ്? ഈതെയിൻ. സോ ഈതെയിൻ്റെ ഡെറിവേറ്റീവ്. സോ ഈതെയിൻ്റെ മാറ്റിയിട്ട് AL ചേർക്കാം, എത്തനാൽ. കണ്ടോ, ഇതിന്റെ കോമൺ നെയിം ആണ് അസെറ്റാൽഡിഹൈഡ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടുകളാണ്. ആൽഡിഹൈഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ +2 ൽ പഠിക്കും. സോ ഇതാണ് ആൽഡിഹൈഡുകളുടെ ഒരു കെമിസ്ട്രി. ഇവർ കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടനാൽ ആണ് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ. പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്രൊപ്പനാൽ, പിന്നെ അതുപോലെ ബ്യൂട്ടനാൽ, പെൻറ്റനാൽ, ഇഷ്ടം പോലെ എഴുതി പോവാം. നൗ ദെൻ കീറ്റോൺസ്. നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ് എടുക്കുന്നത് കീറ്റോൺസ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ എഴുതിയത് ആൽഡിഹൈഡ് ആണ്, ആൽഡിഹൈഡ്സ്. നോ കീറ്റോൺസ് എടുക്കുമ്പോൾ കീറ്റോൺസിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് C+O ആണ്. ബാക്കി 2 ബാലൻസിംഗ് ഈ 2 വരെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്, അത് സിംഗിൾ ബോണ്ട്. ഇതാണ് കീറ്റോണിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത് പ്രിഫിക്സ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഓക്സോ എന്ന് പറയണം, സഫിക്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ONE. സഫിക്സ് ആണ് നമ്മൾ കോമൺലി പറയുന്നത്. ആൽക്കൻ, IUPAC നെയിം പറയുമ്പോൾ ആൽക്കനോൺ എന്ന് പറയണം, ആൽക്കനോൺ. ആൽക്കൈൻ്റെ കട്ട് ചെയ്തിട്ട് ONE ചേർക്കണം, +ONE. സോ ഇറ്റ് വിൽ ബിക്കം ആൽക്കനോൺ. ഇതാണ് ഇതിന്റെ IUPAC നെയിം. ഓക്കെ, ആൽക്കനോൺ ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടുകളാണ്, വളരെ തറായിട്ട് പഠിക്കണം. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പൗണ്ടുകളായിട്ട് ഈ കീറ്റോണിനൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് മെമ്പേഴ്സിനെ ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഫസ്റ്റ് മെമ്പറിനെ കിട്ടാനായിട്ട് 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യണം. അതായത് ഈ കാർബണിന് 2 വാലൻസി ഉണ്ടല്ലോ, ഈ 2 വാലൻസിയിലും ഓരോ CH3 ഗ്രൂപ്പ്, CH3 ഈ ഡബിൾ ബോണ്ട് ഞാൻ മേളിലേക്ക് ഇടുകയാണ് കേട്ടോ, പിന്നെ CH3. 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഒരേ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 1 2 3. ഓക്കെ, അപ്പോൾ ഇതിന്റെ പേര് IUPAC നെയിം എങ്ങനെ പറയാൻ പറ്റും? IUPAC നെയിം ജനറൽ എങ്ങനെ പറയാം? ആൽക്കനോൺ. അപ്പോൾ 3 കാർബൺ ഉള്ള ആൽക്കെയിനാണ് പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ്റെ ഡെറിവേറ്റീവ് പറയാം. സോ ഇറ്റ് ഇസ് പ്രൊപ്പെയിൻ്റെ ലാസ്റ്റിലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ONE ചേർക്കാം. സോ ഇറ്റ് വിൽ ബിക്കം പ്രൊപ്പനോൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെമ്പറിനെ കിട്ടാനായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. CH3CH2 ആഡ് ചെയ്ത് കൊടുത്തു. CH3യുടെ കൂടെ ഒരു CH2 കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. CH3CH2 ദെൻ CO ഡബിൾ ബോണ്ട് ഇങ്ങനെ എഴുതാം കേട്ടോ, ഞാൻ ചുരുക്കി എഴുതുന്നുള്ളൂ. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 കാർബണുള്ള ആൽക്കെയിനാണ് ബ്യൂട്ടെയിൻ. ബ്യൂട്ടെയിന് മാറ്റിയിട്ട് ONE ചേർക്കുക. സോ ഇറ്റ് വിൽ ബിക്കം ബ്യൂട്ടനോൺ. ഓക്കെ, അപ്പോൾ ഇതാണ് കീറ്റോണിന്റെ കെമിസ്ട്രി. കീറ്റോണുകൾ വളരെ നന്നായിട്ട് പഠിക്കാം. സോ ആൽക്കഹോൾ പറഞ്ഞു, ആൽഡിഹൈഡ്, കീറ്റോൺസ്. നെക്സ്റ്റ് നൈട്രൈൽസ്. നൈട്രൈൽസിന്റെ വേറൊരു പേരാണ് സയനൈഡ്സ് എന്ന് പറയുന്നത്. നൈട്രൈൽസ് അല്ലെങ്കിൽ സയനൈഡുകൾ, കോമൺ നെയിം ആണ് സയനൈഡുകൾ. കണ്ടോ, C+N ആണ് സയനൈഡ് അല്ലെങ്കിൽ നൈട്രൈൽ. പ്രിഫിക്സ് ആയിട്ടാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ സയാനോ എന്ന് പറയണം, സഫിക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നൈട്രൈൽ. ജനറലി പേര് പറയുമ്പോൾ നൈട്രൈൽ എന്നാണ് പറയുന്നത്. ഇവിടെ നൈട്രൈൽ, ആൽക്കെയിൻ നൈട്രൈൽ, ആൽക്കെയിൻ നൈട്രൈൽ. ആൽക്കെയിൻ നൈട്രൈൽ എന്നാണ് ഇതിന്റെ IUPAC നെയിം, ആൽക്കെയിൻ നൈട്രൈൽ. ഓക്കെ, RCN. അപ്പോൾ ആറിൽ നമ്മൾ CH3 ഇട്ട് കൊടുക്കാം, CH3CN. സോ മീഥൈൽ നൈട്രൈൽ. ഈഥൈൽ ഗ്രൂപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഈഥൈൽ നൈട്രൈൽ, പ്രൊപ്പൈൻ നൈട്രൈൽ, പെൻറ്റൈൽ നൈട്രൈൽ, അങ്ങനെ ഓരോരോ പേരുകൾ ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ സയനൈഡുകൾ അല്ലെങ്കിൽ ആൽക്കൈൽ നൈട്രൈലുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് കോമ്പൗണ്ട്. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ എന്ത് ചെയ്യും? ഇത് അതിൻ്റെ IUPAC നെയിമാണ്, ആൽക്കെയിൻ നൈട്രൈൽ, IUPAC നെയിം. ദെൻ ഫസ്റ്റത്തെ കോമ്പൗണ്ട് എടുക്കാനായിട്ട് CH3 ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, CH3CN. ആ C+N നമ്മൾ ചുരുക്കി നമുക്ക് CN ഇട്ട് കൊടുക്കാം, CH3CN. So it will become methane. It's a derivative of methane, methane nitrile.
പേര് ഒരുമിച്ച് അതിനോട് ഗ്യാപ്പ് ഇല്ല കേട്ടോ. മീഥൈൻ നൈട്രൈൽ. രണ്ടാമത്തെ ഗ്രൂപ്പ് C2H5 ഗ്രൂപ്പ് ഇട്ട് കൊടുക്കുക, CN ഇട്ട് കൊടുക്കാം. എങ്ങനെ വരും? ഈഥെയ്ൻ നൈട്രൈൽ. ഇങ്ങനെ ഓരോ മെമ്പേഴ്സിനെ എഴുതാം. സയനൈഡുകൾ, മീഥൈൽ നൈട്രൈലാണ് മീഥൈൽ സയനൈഡ്, ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് മീഥൈൽ സയനൈഡ്, നിങ്ങൾ കേട്ട് കാണും. ഈഥെയ്ൻ നൈട്രൈലാണ് ഈഥൈൽ സയനൈഡ്. ഓക്കെ, ഇതാണ് ഒരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഇനി നെക്സ്റ്റ് സെറ്റിലേക്ക് പോവാണ്. പിക്ചർ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സെറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോമ്പൗണ്ടുകൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ചിലതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഈതർ എന്നുള്ള കോമ്പൗണ്ടുകൾ അതിൻ്റെ നോക്കിക്കുക, ROR എന്നാ പറയുന്നത്. R എന്താണ്? R ആൽക്കൈൽ ഗ്രൂപ്പ്, O വരുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിൻ്റെ പ്രിഫിക്സ് ആയിട്ട് പറയണം. ആൽക്കോക്സിന് സഫിക്സ് ഇല്ല. ആൽക്കോക്സി ആൽക്കെയിൻ. IUPAC നെയിം എങ്ങനെ പറയാ? ആൽക്കോക്സി ആൽക്കെയിൻ. ആൽക്കോക്സി ആൽക്കെയിൻ. ഈതറിന്റെ IUPAC നെയിമാണ് ആൽക്കോക്സി ആൽക്കെയിൻ. ഓക്കെ, അതായത് രണ്ട് സൈഡിലും നമുക്ക് മീഥൈൽ ഗ്രൂപ്പ് വേണം. അപ്പൊ ഫസ്റ്റ് മെമ്പർ എങ്ങനെ എഴുതും? CH3OCH3. കണ്ടോ? അപ്പൊ രണ്ട് വശത്തും നമുക്ക് മീഥൈൻ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരെണ്ണത്തിന്, ഈ ഫസ്റ്റത്തെ ഇതിന് നമ്മൾ മെത്തോക്സി ചേർത്ത് പറയണം. മെത്തോക്സി, ഇത് ആൽക്കോക്സി ഗ്രൂപ്പാണ്, ഇത് ആൽക്കോക്സി ഗ്രൂപ്പ്, ഇത് ആൽക്കൈൻ പാർട്ട്. ഓക്കെ, അപ്പൊ ഇത് മീഥൈന്റെ കൂടെ ഓക്സിജൻ ചേർത്ത് പറയും. സോ ഇറ്റ് ഇസ് മെത്തോക്സി മീഥൈൻ. ഇനി സെക്കൻഡ് മെമ്പറിൽ C2H5 വെച്ച് എഴുതിയെന്ന് വെച്ചോ, C2H5O C2H5. ഇത് മെത്തോക്സി പാർട്ട്, ഇത് ആൽക്കൈൻ പാർട്ട്. ഐ മീൻ ആൽക്കോക്സി പാർട്ട്, ഇത് ആൽക്കൈൻ പാർട്ട്. സോ എത്തോക്സി ഈഥെയ്ൻ. ഓക്കെ, അതാണ് ഈതർ കെമിസ്ട്രി. നെക്സ്റ്റ് വൺ ആണ് കാർബോക്സിലിക് ആസിഡ്സ്. കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? COH. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്. അത് പ്രിഫിക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ കാർബോക്സി എന്ന് പറയണം, സഫിക്സ് ആണെങ്കിൽ ഓയിക് ആസിഡ്. നമുക്ക് കാർബോക്സിലിക് ആസിഡ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അതുകൊണ്ട് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് എഴുതാൻ പോവാണ്. കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിന്റെ ഡെറിവേറ്റീവ് ആണ് കാർബോക്സിലേറ്റ് അയോൺസ്. ഓക്കെ, കുറച്ചൊന്ന് മുകളിലേക്ക് എടുക്കട്ടെ. ഓക്കെ, carboxylic acids. Carboxylic acids. Okay, carboxylic acid നമ്മൾ ജനറൽ റെപ്രസെന്റേഷൻ കൊടുക്കാനായിട്ട് R ഇടുക, RCOH. ഇതാണ് കാർബോക്സിലിക് ആസിഡ്സ്. ഇനി R എന്താണ്? R നമുക്കറിയാം, ആൽക്കൈൽ ഗ്രൂപ്പ്. R ആൽക്കൈൽ ഗ്രൂപ്പ്. COH ഗ്രൂപ്പിനെയാണ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് COH ഗ്രൂപ്പ്. ഓക്കെ, ഇതിന്റെ IUPAC നെയിം പറയാനായിട്ട് ആൽക്കനോയിക് ആസിഡ് എന്ന് പറയാം. ആൽക്കനോയിക് ആസിഡ്. ആൽക്കൈൻ്റെ ഈ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് OIC, ഓയിക് ആസിഡ് ചേർക്കണം. സോ അത് പേര് മൊത്തം പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ വരും, ആൽക്കനോയിക് ആസിഡ്. ഓക്കെ, ആൽക്കനോയിക് ആസിഡ്. നൗ ഫസ്റ്റ് മെമ്പർ കിട്ടാനായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, കീറ്റോൺ പറഞ്ഞപ്പോൾ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ആൽഡിഹൈഡ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പാണ് നമ്മൾ R റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഫസ്റ്റ് മെമ്പർ നമ്മൾ Hൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, HCOH. ഓക്കെ, ഇതിന്റെ പേരാണ്, ഇവിടെ ഈ കോമ്പൗണ്ടിൽ ഒരു കാർബൺ ഉള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ്. ഓക്കെ, സെക്കൻഡ് മെമ്പർ കിട്ടാനായിട്ട് CH3 ആഡ് ചെയ്ത് കൊടുക്കുക, CH3COH. ദാറ്റ് ഈസ് കോൾഡ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ്.
തേർഡ് മെമ്പർ കിട്ടാനായിട്ട് CH3 CH2 COH, CH3 CH2 COH. So it is propanoic acid. Third member. Then carboxylic acid in a derivative ആണ് carboxylate ions. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജന് പകരം COO മൈനസ്, ഹൈഡ്രജന്റെ ഇലക്ട്രോൺസ് കളഞ്ഞിട്ട് ആ ഇലക്ട്രോൺ CO ഗ്രൂപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ബിക്കം COO മൈനസ്. അതിനാണ് കാർബോക്സിലേറ്റ് അയോൺസ് അല്ലെങ്കിൽ കാർബോക്സിലേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, COO മൈനസ്. അപ്പൊ അതിൽ ആക്ച്വലി O8 അതിന്റെ പ്രെഫിക്സ് പറഞ്ഞാൽ മതി. പ്രെഫിക്സ് നമ്മൾക്കൊന്നുമില്ല, സഫിക്സ് ആയിട്ട് O80 പറയും. അതിന്റെ എക്സാമ്പിൾ ആണ് സോഡിയം ബ്യൂട്ടനോവേറ്റ്, CH3 CH2 twice COO മൈനസ് Na പ്ലസ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ദെൻ എസ്റ്റർ, എസ്റ്റർ ഗ്രൂപ്പുകളാണ് COOR. അതിന്റെ എൻഡിൽ നമ്മൾ സഫിക്സ് ആണ് മെയിൻലി പഠിക്കേണ്ടത്, പ്രിഫിക്സ് അത്ര വരുന്നില്ല. സഫിക്സ് പറഞ്ഞ O8 ആൽക്കനോവേറ്റ് ആണിത്. എസ്റ്റേഴ്സ് നെയിം ചെയ്തത് ആൽക്കനോവേറ്റ് ആണ്, ആൽക്കൈൽ ആൽക്കനോവേറ്റ്. സോ മീഥൈൽ പ്രൊപ്പനോവേറ്റ്. അത് ഞാൻ എഴുതി കാണിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ. എസ്റ്റേഴ്സ് ആക്ച്വലി നമ്മൾക്ക് പ്ലസ് ടുവിലേ വരുന്നുള്ളൂ ഡീറ്റെയിൽ ആയിട്ട്. എസ്റ്റർ നെയിം ചെയ്യാനായിട്ട് RCOOR ആണ് അതിന്റെ റെപ്രസെന്റേഷൻ. IUPAC നെയിം പറയുമ്പോൾ ആൽക്കൈൽ ആൽക്കനോവേറ്റ്. ഓക്കെ. സോ അപ്പൊ ആറിൽ നമ്മൾ CH3 ഗ്രൂപ്പാണ് ഇടുന്നുണ്ടെങ്കിൽ CH3 COO CH3. അപ്പൊ ഇത് ആൽക്കൈൽ ഗ്രൂപ്പ്, ഇത് ആൽക്കനോവേറ്റ് ഗ്രൂപ്പ്. ദിസ് ഈസ് ആൽക്കൈൽ, ഇത് ആൽക്കനോവേറ്റ്. പേര് പറയുന്നത് ഏത് ആൽക്കൈൽ ഗ്രൂപ്പാണിത്? മീഥൈൽ. സോ ഇറ്റ് ഈസ് മീഥൈൽ മെത്തനോവേറ്റ്. ഓക്കെ, മെത്തനോവേറ്റ്. Then acyl halides COX വരുന്നതാണ്, COX. സോ ഇതിന്റെ ഇത് പ്രിഫിക്സ് നമുക്ക് ഇത് അത്രയും കോമൺ കോമ്പൗണ്ടുകളല്ല, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഹാലോ കാർബണൈൽ സഫിക്സ് വരുന്നത് OYL, ഓയിൽ ഹാലൈഡ്, ബ്യൂട്ടനോയിൽ ക്ലോറൈഡ്. ദെൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അമൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് NH2. ഇത് സെക്കൻഡറി പ്രൈമറി അമീൻ, ദെൻ സെക്കൻഡറി അമീൻ ഉണ്ട് NH, ദെൻ ടെർഷ്യറി അമീൻ ഉണ്ട് N. NH2 NHN അമിനോ ഗ്രൂപ്പ് എന്നാ പറയാ. ഇത് പ്രിഫിക്സ് ആയിട്ട് പറയുമ്പോൾ അമിനോ, സഫിക്സ് ആണെങ്കിൽ അമീൻ, ബ്യൂട്ടനാമീൻ, ആൽക്കനാമീൻ എന്നാ പറയാ, ആൽക്കനാമീൻ അമീൻസ്. ദെൻ അമൈഡ്സ് പറയുമ്പോൾ CONH2 ഗ്രൂപ്പ്, CONHR, CONR2. അപ്പൊ ഹൈഡ്രജൻ മാറ്റി ഓരോ ഹൈഡ്രജന് പകരം ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് വരുന്നു, അതാണ് അമൈഡുകൾ. അമീന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അതിന്റെ പ്രിഫിക്സ് ആണെങ്കിൽ കാർബമൈൽ എന്ന് പറയാം, സഫിക്സ് ആണെങ്കിൽ അമൈഡ്. സോ ബ്യൂട്ടനാമൈഡ്, ആൽക്കനാമൈഡ് എന്ന് പറയാം. നൈട്രോ കോമ്പൗണ്ടുകളാണ് NO2, RNO2. പ്രിഫിക്സ് മാത്രമേ പറയുന്നുള്ളൂ, നൈട്രോ എന്ന് തന്നെ പറയണം, സഫിക്സ് ഇല്ല. അപ്പൊ CH3 NO2 ആണെങ്കിൽ നൈട്രോ മീഥൈൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ CH3 4 കാർബണുള്ള കൊടുത്തിരിക്കുന്നത്, CH3 CH2 thrice NO2. സോ ഇറ്റ് ഈസ് 4 കാർബൺ, അപ്പൊ 1 നൈട്രോ ബ്യൂട്ടൈൻ. അപ്പൊ CH3 NO2 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? CH3 NO2. ഓക്കെ, ഇപ്പൊ നൈട്രോ ഗ്രൂപ്പ് ആദ്യം പറയാം. സോ നൈട്രോ മീഥൈൻ. ഓക്കെ. ദെൻ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പുകളാണ് SO3H ഗ്രൂപ്പുകൾ. സൾഫോ പ്രിഫിക്സ് ആണെങ്കിൽ, സഫിക്സ് ആണെങ്കിൽ സൾഫോണിക് ആസിഡ് തന്നെ പറയണം. RSO3H എന്നാണ് നമ്മൾ ജനറലി എഴുതുക, RSO3H. ആൽക്കൈൽ സൾഫോണിക് ആസിഡ്സ് എന്നാണ് IUPAC നെയിം. സോ മീഥൈൽ സൾഫോണിക് ആസിഡ്. CH3SO3H പറയുന്ന പേരാണ് മീഥൈൽ സൾഫോണിക് ആസിഡ്. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അമീൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അമീൻസ്, എസ്റ്റേഴ്സ്, കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ പറയാം. ബൈ ബൈ.